നല്ല അടിപൊളി ദോശ. മഴ ചടലിങ്ങനെ അലങ്കോലമായിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് എന്തെടുക്കണം ഏതെടുക്കണോന്നറിയില്ല. പിന്നെ ഇവിടെ കുറച്ച് വെള്ളത്തിൻ്റെ പ്രശ്നമെല്ലാം ഉണ്ടായി. വെള്ളം കിട്ടല്ല നമുക്ക്. അങ്ങനെ ഇങ്ങനെയായിട്ട് വെള്ളത്തിന് പ്രശ്നമായതുകൊണ്ട് നമുക്ക് ഫുഡൊന്നും ഞാൻ രാവിലെ ഉണ്ടാക്കണമെന്നില്ല. എന്തെങ്കിലും ജസ്റ്റ് പിള്ളേർക്ക് പഴം സിലിക്ക അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. ഇപ്പോൾ മാഷാഅല്ലാ അതിൻ്റെ കുറച്ച് നേരമായെന്ന് പറയാം വെള്ളം. അപ്പോൾ ഞാൻ വിചാരിച്ചില്ലേ ഗോതമ്പുണ്ടായി, ഗോതമ്പിനെ അരച്ച് ഗോതമ്പ് പോത്തി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെടുത്തിട്ട് ഞാൻ മിക്സിയിൽ അരച്ചിട്ട് ഗോതമ്പ് ദോശ നെയ്യിട്ടിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാവില്ല, അത് ചൂടാന്ന് വിചാരിച്ച്. ഇങ്ങനെ എന്ത് ചുടണ്ടേന്ന് വിചാരിക്കുന്നതിൽ അതിൻ്റെ ഓർമ്മ വന്നു. അങ്ങനെ അത് ചുട്ടിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അതുപോലെ എനിക്കില്ലേ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ എടുക്കാൻ ഇഷ്ടമൊന്നുമില്ലെങ്കിൽ നല്ല എന്താ പറയുന്ന ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ നമുക്ക് ഭയങ്കര മടി. എന്തിന് ഇപ്പം എടുക്കുന്ന നാളെ എടുക്കാം അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാകുന്നു. പിന്നെ ഹസ്ബൻഡ് മോനെല്ലാം പറയൂ, നീ ബാക്കി എല്ലാവരും വീഡിയോ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് സ്വന്തം ഒരു വീഡിയോ ഉണ്ടാക്കറോ, വീഡിയോ എടുക്കാൻ നോക്കി നമുക്കെന്തോ അങ്ങനെ ഭയങ്കര പറയും. അവരെല്ലാം ഭയങ്കര സപ്പോർട്ട് തരും നമുക്ക്. പക്ഷെ ഞാനിപ്പോൾ കുറേ വർഷമായി വീഡിയോ എടുക്കുന്നത്. പക്ഷെ നമ്മളെ വീഡിയോ എപ്പം നോക്കിയാൽ കഴിഞ്ഞാൽ എൻ്റെ തന്നെ മിസ്റ്റേക്ക് എന്നല്ലെങ്കിൽ ഞാൻ പിന്നെ ചിലപ്പോൾ എടുക്കും ചിലപ്പോൾ എടുക്കാല, അങ്ങനെ ഇങ്ങനെയായിട്ട് ഞാൻ അങ്ങനെയാണ് വീഡിയോ എടുക്കൽ. പിന്നെ കാണുന്നവർക്ക് ഇഷ്ടപ്പെടല്ല എൻ്റെ വീഡിയോ, അങ്ങനെ ഉണ്ടാവും. പിന്നെ അവരവരുടെ ഭാഗ്യം പോലെയല്ല. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഒരു നാളില് നമ്മളോട് പഠിച്ചാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു നാളില് ഇൻഷാ അല്ലാഹ് നിങ്ങളും അത് കയറ്റം കയറും. അങ്ങനെ നെല്ലിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് എപ്പോഴും ഇരിക്കും. അങ്ങനെ ഇരുന്നിട്ടും ഫലമില്ല. നമ്മളെ കഴിവ് നമ്മൾ കാണിച്ചു കൊടുക്കുക, അതും ഭയങ്കര മടിയാണ് നമുക്ക്. എപ്പോൾ നോക്കിയെങ്കിൽ എടുക്കാനും മടി. പിന്നെ ഒരു സമയം വിചാരിക്കും എന്തൊരു വീഡിയോ എടുക്കും നമ്മൾക്ക് അടുത്തെടുക്കാം, ബാക്കിയുള്ള വീഡിയോ ഇങ്ങനെ നോക്കിയിട്ട് ഇരിക്കാം, അങ്ങനത്തെ ഒരു ചിന്ത വരുന്നത്. ഇപ്പം ഞാൻ രാവിലെ എണീച്ചതാണ് വിചാരിച്ചു ഒരു ചെറിയൊരു മിനി വ്ലോഗും പോലെ എടുക്കാം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഉറക്കമില്ലല്ലോ ഫോണും കൊണ്ട് ഞാൻ കിച്ചണിലേക്ക് വന്നത്. നോക്കാം എന്താവോന്നില്ലിട്ട് ജസ്റ്റ് എടുത്തിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെതാ രാവിലെ പണ്ടെല്ലാം ഗോതമ്പ് ദോശ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ഗോതമ്പ് ദോശ പിന്നെ ഗോതമ്പ് അരച്ചിട്ട് കിള്ളിയിടുന്നൊരു സംഭവം ഉണ്ടല്ലോ, ബെല്ലെല്ലാം ഇട്ടിട്ട്, അതും രാവിലെ വൈകുന്നേരം പിന്നെ ചായക്കെല്ലാം അതുണ്ടാക്കി തരും. എന്തോ ഒരു ടേസ്റ്റ് തന്നെ തിന്നാൻ. ഇപ്പം ആ കാലമെല്ലാം പോയി. ഇപ്പോൾ ഒന്നും വേണ്ട. ഇപ്പോൾ എന്ത് ഫാസ്റ്റ് ഫുഡായി, വൈകുന്നേരം ചായക്ക് ഹോട്ടലിൻ്റെ കൊണ്ടുവരാനായി, രാവിലെ ചായക്ക് ഹോട്ടലിൻ്റെ കൊണ്ടുവരാനായി, അങ്ങനത്തെ ഇങ്ങനത്തെ സംഭവമായി. ഇതെല്ലാം ഞങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോഴേക്കല്ലോ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. ഇതെല്ലാം ഗോതമ്പ് ദോശയും അതൊക്കെ നെയ്യെല്ലാം ഒഴിച്ച് തിന്നാനല്ലേ എന്തോ ഒരു ടേസ്റ്റാണ്. ഇപ്പം പിള്ളേർ പറയും ഇതെന്ത് ഇങ്ങനത്തെ ദോശ ചുട്ടിടേന്ന് ചോദിക്കും. എന്നാലും ഞാനെല്ലാം ഞാൻ മക്കളോട് പറയും പണ്ടെല്ലാം ഇങ്ങനെയാണ്, നമുക്ക് ഒരു തിന്നാനുണ്ടാവില്ല, സമയത്ത് തിന്നാനുണ്ടാവില്ല, ഒരു നേരം തിന്നാൻ കായി, അങ്ങനത്തെ ഒരു നാളും ഉണ്ടായില്ലല്ലോ. നല്ല അടിപൊളി ദോശ മാഷാ അല്ലാഹ്. ഇതെല്ലാം കഴിച്ചവരില്ലേ നല്ല ആരോഗ്യത്തോറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഫുഡ് കഴിക്കുന്നവരില്ല ഒരു ആരോഗ്യമില്ല അവർക്ക്. അറ്റ്ലീസ്റ്റ് ഞമ്മന്നെ ഇപ്പോൾ ഇത് പറയണമെങ്കിൽ ഞാൻ തന്നെ എനിക്ക് തന്നെ ഒരു ദിവസം തന്നെ രാത്രി എന്തെങ്കിലും തോന്നെങ്കിൽ രാവിലെ എനിക്കറിയാൻ പറ്റില്ല, ഹോട്ടലിൽ എന്തെങ്കിലും തോന്നുന്നു. അഥവാ ഞമ്മ പേരെന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു ജ്യൂസാ ഹെൽത്ത് ജ്യൂസ് എല്ലാം ആക്കിയിട്ട് രാത്രി കുടിച്ചെങ്കില്ല രാവിലെ നല്ലൊരു ആക്റ്റീവ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു നല്ല ഒരു ഇതല്ലേ തോന്നും.
ഇതിലേക്ക് പഞ്ചാര വേണ്ടാക്കി പഞ്ചാര ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് പഞ്ചാര ആവശ്യമില്ല, ഞാൻ വെറും നെയ്യിട്ടത് ഇപ്പം നമ്മളിതാ ഗോതമ്പ് ദോശ നല്ല നെയ്യെല്ലാം ആയ ഗോതമ്പ് ദോശ ഇത് റെഡി.